ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. ഐ എം ഫ്രം ബാംഗ്ലൂർ. വേദപുസ്തക സ്നേഹികളായ ദൈവമക്കളുടെ മനസ്സിൽ ദീർഘനാളുകളായി ഉണ്ടായിരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന ചോദ്യങ്ങൾ ആണ് ഈ സെഷനുകളിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ വളരെ തൃപ്തികരവും വ്യക്തവുമായ മറുപടി തരുവാൻ ഡോക്ടർ ബാബു ജോൺ വേട്ടമല്ല സാറിന് ഈ എപ്പിസോഡുകളിൽ കൂടി സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. ഇന്നത്തെ ഈ സെഷനിലും അദ്ദേഹം നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം 2 രാജാക്കന്മാർ 2-ാം അധ്യായം 23-24 വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വാക്യം ഇങ്ങനെയാണ്: പിന്നെ അവൻ, എലീശ പ്രവാചകൻ, അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചവനോട്, മൊട്ടത്തലയാ കയറിവ, മൊട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞു. അവൻ പിന്നോക്കം തിരിഞ്ഞ് അവനെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി കയറി വന്നു അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. വാക്യം ഇങ്ങനെയാണ്. ചോദ്യം ഇപ്രകാരമാണ്: ഈ വചനത്തിൽ എന്തുകൊണ്ടാണ് കളിയാക്കി എന്ന കുറ്റത്തിന് ബാലന്മാർ ക്രൂരത നേരിടേണ്ടി വന്നത്? ബാലന്മാർ ക്രൂരത നേരിടേണ്ടി വന്നത് കളിയാക്കി എന്ന കുറ്റത്തിനാണ്. ആരെ കളിയാക്കി എന്ന കുറ്റത്തിന്? ദൈവത്തിന്റെ പ്രവാചകനെ കളിയാക്കി എന്ന കുറ്റത്തിന്. നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവത്തിന്റെ പ്രവാചകൻ പരിഹസിക്കപ്പെടേണ്ടവനല്ല. യഹോവ ഇങ്ങനെ കൽപ്പിക്കുന്നു എന്ന് ലോകത്തോട് പറയുന്ന ആളാണ്. ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്ന ആളാണ്. ആ പ്രവാചകനെ കളിയാക്കാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. ഒന്ന് ആദ്യം മനസ്സിലാകണം. 2, ഈ മനുഷ്യൻ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, ഇപ്പം ഹ്യൂമൻ റെസ്പെക്റ്റ് എന്നീ വിഷയങ്ങളൊന്നും ആ കാലത്ത് മനസ്സിലാക്കിയിരുന്നില്ല. അതും ഒത്തിരി ബാക്കിയുടെ ഒരു കാലഘട്ടമാണ്. അന്ന് മനുഷ്യനെ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടിയല്ലാതെ വേറൊരു മാർഗമില്ല, ശിക്ഷയല്ലാതെ ഒരു മാർഗമില്ല. ഇപ്പം നമ്മുടെ 3 വയസ്സുള്ള കുഞ്ഞിനോട് അവൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റ് ചെയ്യിക്കാതിരിക്കണമെങ്കിൽ ഈർക്കലെടുത്ത് തൊടയിൽ 2 അടി കൊടുക്കുക, അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. വേറെ ഒരു മാർഗവുമില്ല. കാരണം അവന് തെറ്റ് ശരി മനസ്സിലാകുന്നത് ശിക്ഷയിൽ കൂടെ മാത്രമാണ്. അപ്പൊ ശിക്ഷയിൽ കൂടെ മാത്രം തെറ്റും ശരിയും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശിക്ഷ മാത്രമേ മനുഷ്യനെ തെറ്റും ശരിയും മനസ്സിലാക്കിയ ഒരു മാർഗമുള്ളൂ, വേറൊരു മാർഗമില്ല. ഇനി 2ാമത്തെ കാര്യം, ഈ കാട്ടിൽ നിന്ന് കയറി വന്ന പെൺകരടികൾ 40 ബാലന്മാരെ കീറിക്കളഞ്ഞു എന്നാണ് അല്ലേ? കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞോ? ഇല്ല, കീറിക്കളഞ്ഞു. 2ആയിട്ട് പുളത്തി വെച്ചെന്ന് പറഞ്ഞോ? ഇല്ല. കരടി ഇങ്ങനെ അള്ളി. ഈ ഉടുപ്പൊന്ന് നടക്കുന്ന ചെറുക്കന്മാരല്ലേ, 2 താന്തിയപ്പം അതിങ്ങനെ മേത്തൂടെ നല്ലപോലെ കരടിയുടെ നഖം കൊണ്ട് അങ്ങ് ഇറങ്ങി. ചെക്കന്മാർക്ക് നല്ലപോലെ നൊന്തു. അപ്പൊ ചെക്കന്മാർക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് പറഞ്ഞ, പ്രവാചകൻ എന്ന് പറഞ്ഞ നടക്കുന്ന ആളുകളെ കളിയാക്കരുതെന്ന് ആ ചെക്കന്മാർക്ക് മനസ്സിലായി. നാട്ടിലുള്ള മുഴുവൻ ചെക്കന്മാർക്ക് മനസ്സിലായി. ദൈവഭയം നാട്ടിൽ വ്യാപിച്ചു. അപ്പം ദേശം ഭയപ്പെട്ട് ദൈവത്തിൽ ദിവസത്തിൽ കീഴടങ്ങിയിരിക്കണം.
പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾ. ഉം. അവർക്ക് മറ്റുള്ളവരെ പോലെ ബിഹേവ് ചെയ്യാൻ പെർമിഷൻ ഇല്ല. പരിഹാസികളാകരുത്. പരിഹാസികളാകാൻ അവർക്ക് പെർമിഷൻ ഇല്ല. ദേ ആർ എ സീരിയസ് പീപ്പിൾ. ദേ ഷുഡ് ബി സീരിയസ്. അതുകൊണ്ട് ആ കോണ്ടസ്റ്റിൽ അത് 100% ആക്സെപ്റ്റബിൾ ആണ്. വേറൊരു മാർഗം 40 പിള്ളേരെ പിടിച്ചിരുത്തി ട്യൂഷൻ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതുള്ള അതിൻ്റെ മാർഗം. ഓക്കെ, താങ്ക് യു. ഈ കാലത്തിലും ഇത് അന്വർത്ഥമാണല്ലോ ഒരു പരിധി വരെ. ഈ കാലത്ത് നമ്മൾ മനസ്സിലാക്കണേ, കുറെ കൂടെ എലിവേറ്റഡ് ആണ് ഒരു പരിധി വരെ യങ്ങർ ജനറേഷൻ. യെസ്. അതിനുശേഷം അവർ വളർന്നു വരുമ്പം കാണുന്ന കാര്യങ്ങൾ മോശമായതുകൊണ്ട് അവർ മോശമായി പോവുക. കുറെ കൂടെ എലിവേറ്റഡാ കുഞ്ഞുങ്ങൾ. പക്ഷെ വളർന്നു വരുമ്പോൾ അവർ കാണുന്ന മുഴുവൻ മോശമായ കാര്യങ്ങളാണ്. വഴിതിരിഞ്ഞു പോവാം. അന്ന് അങ്ങനല്ല. നമുക്കൊരിക്കലും ഈ കാലത്ത് അങ്ങനൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കറക്റ്റീവ് മെഷേഴ്സും നമുക്കുണ്ട്. ക്യാരക്ടർ ഡിസോർഡറാണ് കണ്ടുപിടിക്കാം. അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. മെൻ്റൽ സിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ഡിസോർഡർ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അത് അഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് മാത്രമല്ല, ഇന്ത്യയെ പോലുള്ള പൂർ രാജ്യങ്ങൾ, പൂർ കൺട്രീസ് വളരെ കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ വന്നപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ഇങ്ങനെയുള്ള പ്രോബ്ലമുള്ള കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ അതിന് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ അവർക്കറിയാം മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ കളിയാക്കരുത് എന്നുള്ള അറിയാം. പക്ഷേ അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നല്ല അടി കൊടുത്തേ കറക്റ്റ് എന്നൊക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് വേറെ നമുക്ക് മെഷേഴ്സ് ഉള്ളതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. നമ്മൾക്ക് ഇന്നിപ്പോൾ അങ്ങനെ ഒരു പണിഷ്മെന്റ് സിസ്റ്റം എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ പേഴ്സണലി ഞാൻ അതിനെ അനുകൂലിക്കത്തില്ല. നോ 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 ഡോണ്ട് ഡു ഇറ്റ്. ഇപ്പം ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകത്തില്ല. സ്പോയിൽ ദ റോഡ് ആൻഡ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷെങ്കിൽ ഈ കരടിയെ കൊണ്ട് മാന്തിക്കുക എന്നൊക്കെ പറയുന്ന പ്രാചീനമായ പരിപാടികളുണ്ട് ഈ കാലത്ത്. അത്ര വരെ. പക്ഷെ വടി കൊണ്ട് 2 അടി കൊടുക്കണം. ക്രമം വ്യത്യാസമുണ്ട്. താങ്ക് യു സർ. അടുത്ത ചോദ്യം 1 രാജാക്കന്മാർ 1-ാം അധ്യായം 3-4 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദാവീദ് രാജാവിന്റെ വാർദ്ധക്യ കാലത്തുള്ള ഒരു ഏരിയയിലുള്ള ഒരു ചോദ്യമാണ്. വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ അവർ സൗന്ദര്യമുള്ള ഒരു യുവതിയെ ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും അന്വേഷിച്ചു. ശൂനേംകാരത്തിയായ അബീശഗിനെ കണ്ടു രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യുവതി അതിസുന്ദരിയായിരുന്നു. അവൾ രാജാവിന് പരിചാരകയായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ രാജാവ് അവളെ പരിഗ്രഹിച്ചില്ല. ചോദ്യം ഇതാണ്: ഈ വാക്യം ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിച്ചല്ലേ. എപ്പോഴും നമ്മൾ ഈ ബൈബിളിന്റെ പ്രത്യേകത നമുക്ക് ഒത്തിരി വർഷം മുമ്പ് എഴുതിയല്ലേ, ആ കാലഘട്ടത്തിൽ പോയൊക്കത്തുള്ളൂ. അതിന്റെ പിന്നിലൊരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് ഉണ്ട്, ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതിലൊരു റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട്, അതിലൊരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട്. അത് പോയി എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് എടുക്കുക ചെയ്യരുത്. ഇപ്പം ഈ അമേരിക്കയിലും ബ്രിട്ടനിലുള്ള ആൾക്കാർ ഈ നാട്ടിൽ വരും, പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സ് കഴിഞ്ഞവരെ. നല്ല പൈസ ആണല്ലോ ഇവിടെ, അത്ര നാളുണ്ട കാശുണ്ടല്ലോ. പിന്നെ ആദ്യം ഈ കോവളത്തുമൊക്കെ ഒരുപാട് മസാജ് സെൻ്റർ ഉണ്ട്.
അവിടെ നല്ലോണം മസാജ് അങ്ങ് ചെയ്യിക്കും. ഞാൻ എന്നെ പറ്റി വിശദീകരണം ഒന്നും പറയുന്നില്ല, നമുക്കത് വിശദീകരിക്കണ്ട. ഉം. ഏതായാലും ആണ് നല്ല ഗംഭീരമായിട്ടാണ് പിന്നെ ഇറങ്ങി നടക്കുന്നത്. മന്ത്രിമാരും ഇതേ പരിപാടിയാണ്, മസാജാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10-50 വയസ്സ് കഴിഞ്ഞാൽ ഉം. ഇങ്ങനെയുള്ള മസാജ് സെൻറ്ററിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലും പോയില്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ഒരു, നമ്മളെന്താ പറയണ്ടേ, ഒരു ഫീൻഡ് അരിസ്റ്റോക്രാറ്റ്സ് ഉണ്ട്. ഉം. ഞങ്ങൾ വലിയ അരിസ്റ്റോക്രാറ്റ്സ് ആണെന്ന് ഭാവിച്ച് നടന്ന ഫീൻഡ് എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളെന്തോ അരിസ്റ്റോക്രാറ്റിക് ആണെന്ന് ഭാവിച്ച് നടന്നവർ കക്ഷികളുണ്ട്. മുമ്പത്തി തോറ്റതാ, എന്നിട്ട് വെൽഡിങ് പഠിച്ച് പേർഷ്യ പോയതാ ഗൾഫിൽ. പ- അവിടെ അവിടെ പണം പോയി ഉള്ളതുകൊണ്ട്. അവിടെ പോയി സീറോയുടെ വാല്യൂ അറിയാൻ വേണ്ടി അമ്മമാരെ കളിപ്പിച്ച പൈസ ഉണ്ടാക്കുന്നത്. ഉം. ചെക്ക് എഴുതുമ്പോഴേ ഉം. 300 മനസ്സിലായി. ഒരു സീറോയും കഴിയാൽ പോരെ, എന്നാ കുഴപ്പം, 2 സീറോ എഴുതുന്ന കുഴപ്പമില്ല ചിന്തിക്കുന്ന ഈ കാട്ടറിവിടെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന ആളായ കക്ഷികളാണ്. ഉം. അപ്പോൾ പിന്നെ വിവരമൊന്നും പ്രത്യേകിച്ചില്ലല്ലോ. ഉം. അപ്പോൾ ഈ മസാജ് സെൻറ്ററിലേക്ക് പോയി ഈ പിള്ളേരെ കൊണ്ട് മസാജൊക്കെ ചെയ്യുന്നത് പുള്ളി എന്തോ ഒരു അരിസ്റ്റോക്രാറ്റായെന്നുള്ള ഭാവമാണ്. ഉം. അതൊരു ശരിക്കും ദീനമുള്ള ആളുകൾ അത് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഫൈൻ, ദാറ്റ്സ് ഫെയർ ഇനഫ്. നമുക്ക് ദാവീദിൻ്റെ കാലത്ത് പോകാം. ഉം. ആ കാലത്ത് ഈ ഒരു സർട്ടൻ ഏജ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് 50-60 ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ദാവീദിനെ പോലുള്ള യോദ്ധാക്കൾ ഉം. അവരുടെ മസിൽസ് എല്ലാം അയയാൻ തുടങ്ങും. ഉം. നല്ല ടൈറ്റ് മസിൽസ് അല്ലേ, പിടിച്ച് നിന്നതല്ലേ, ഉം. മസിൽസ് എല്ലാം അയാൻ തുടങ്ങും. ഇങ്ങനെ വിറയ്ക്കും. ഉം. അതിന് എല്ലാ വൈദ്യന്മാരും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ, ഗെറ്റ് എ യങ് ഗേൾ ഉം. ആൻഡ് ഹഗ് ഹെർ, ഉം. sleep with her hugging, so that the heat puffed from her body to you will automatically heaten up your body. ഉം. അപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് പഫ് ചെയ്യുന്നതായ ആ ഹീറ്റ് ഉണ്ടല്ലോ, ഉം. ബോഡി ഹീറ്റ് നിന്റെ ശരീരത്തെ വാമപ്പ് ചെയ്യും. ഉം. അതൊരു ഒരു ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനാണ്, ട്രീറ്റ്മെൻ്റാണത്. ഉം. But only rich people could afford it, ഉം. because which young girl wants to go and sleep with an old man so as to give him warmth? ഉം. ഒരു മുതുകന് വിറയ്ക്കെന്ന് പറഞ്ഞ് മുതുകന് ചൂട് കൊടുക്കുക, ഏതെങ്കിലും കൊച്ചു പിള്ളേർ പോകുമോ? ഉം. അവർക്കും ഒരു ഡിഗ്നിറ്റിയും ഒക്കെ ഇല്ലേ, അതെ അതെ. അല്ലേ? പക്ഷെങ്കിൽ ഒന്ന്, പാവപ്പെട്ട കുടുംബത്തിലെ പിള്ളേരായിരിക്കും. 2, കിങ്സ് ആണെങ്കിൽ ആര് പറഞ്ഞാലും അവർക്ക് അനുസരിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ഈ കോമൺ നോം എന്ന് പറയുന്നത് അതാണ് ഈ രാജഭരണത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ഉം. ഉം. സ്ത്രീകൾക്ക് ഇൻഡിവിജ്വൽ റെസ്പെക്റ്റ് ഇല്ല. ഉം. അത് രാജാക്കന്മാർക്കുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ്, ഉപയോഗ വസ്തുവാണ്. ഇപ്പോൾ ഒരാൾ ചന്തയിൽ ചെന്ന് ഒരു മാങ്ങ മേടിക്കും, മാങ്ങ പറയാം എനിക്ക് നിൻ്റെ കൂടെ വരാൻ തയ്യാറ്, നീ എന്നെ തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഇന്ന് മാങ്ങയ്ക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എടാ നീ ഒരേത്തക്കൊല പറയാം നിന്റെ വീട്ടിൽ വരാൻ എനിക്ക് ഇഷ്ടമില്ല, ഉം. ഏത്തക്കൊലയ്ക്ക് പറയാൻ പറ്റുമോ? ഉം. ഇല്ല. ഒരു ബൈക്ക് പഠിക്കും, ബൈക്ക് പറയാം ഛേ നിന്നെ പോലും വൃത്തികെട്ട എന്താ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ പോടാ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ഉപയോഗ വസ്തുവാണ്. ഇതുപോലെ ഒരു കൊമേഴ്സ്യൽ വാല്യൂവിനപ്പുറം ഒരു ഇൻഡിവിജ്വൽ എന്ന വാല്യൂ സഹോദരിമാർക്ക് ഇല്ലായിരുന്ന ഒരു കൾച്ചർ. ആ കൾച്ചറിൽ സഹോദരിമാർക്ക് ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ വാല്യൂ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഒന്ന് തന്നെ ഇന്നർ സർക്കിളിൽ സഹോദരിമാരുണ്ടായിരുന്നു. മടിശീല കൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊക്കെ സഹോദരിമാരെ ഏൽപ്പിച്ചു.
ഉയർപ്പിന്റെ സുവിശേഷം ആദ്യം പ്രസംഗിച്ച ഒരു സ്ത്രീയാണ്. അതെ. സഭയെ ഒരുമിച്ച് നിർത്തിയത് കർത്താവിൻ്റെ അമ്മ മറിയയും ബാക്കി സഹോദരിമാരും കൂടെയാണ്, അല്ലേ? പൗലോസ് വന്നപ്പോഴോ, മൈ ഗുഡ്നസ് ഗോഡ്, സഹോദരിമാർ കൊടുക്കുന്ന പ്രാധാന്യത. ഇപ്പം സോഫി എന്ന് പറഞ്ഞൊരു സഹോദരിയാണ് റോമാലേഖനം ഏൽപ്പിക്കുന്നത്. ഏൻഷ്യന്റ് വേൾഡിൽ എഴുതപ്പെട്ട ഏറ്റവും ദീർഘമായ കത്താണ് റോമാലേഖനം. ഏൻഷ്യന്റ് വേൾഡിൽ ദ ലാർജസ്റ്റ് ലെറ്റർ എവർ റിട്ടൺ ഇൻ ദി ഏൻഷ്യന്റ് വേൾഡ് ആണ് റോമാലേഖനം. അറിയിപ്പിക്കുന്നത് ഫേബ എന്നൊരു സഹോദരി, ഫീബി എന്ന സഹോദരി കൊരിന്തിൽ നിന്ന് റോമിൽ പോവാ. ഈ 55 കിലോ വരും അത്, ഈ തോൽച്ചുവരുടെ നമ്മുടെ തോളത്ത് കെട്ടി വെച്ചുകൊണ്ട് ഈ സഹോദരിയാ പോകുന്നത്. നോക്കി, അപ്പോൾ അത്രമാത്രം സഹോദരിമാരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് ശുശ്രൂഷകൾ പ്രാധാന്യം കൊടുക്കുകയും അവരെ വളരെ റെസ്പെക്റ്റോട് മാത്രം കാണുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ഏൻഷ്യന്റ് വേൾഡിൽ ഉണ്ടാക്കി കൊടുത്ത ക്രിസ്ത്യാനിറ്റിയാണ്. യഹൂദന്മാർക്ക് അത്ര അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ടു ദാറ്റ് എക്സ്റ്റെന്റ്. അപ്പോൾ യഹൂദന്മാർ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഇപ്പം ബാക്കിയുള്ള ജാതികളുടെ ഇടയിൽ അവരെന്താ ചെയ്യുന്നത്? ഓക്കെ, ഒരു 10-50 വയസ്സ് ഒരുത്തന്നെ അവനോടത്ത് ഗോത്രത്തലവന്, ഗോത്ര സംസ്കാരമില്ലേ, കരയിൽ വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അമ്മമാരുടെ ഇടാ പോയി ഒരു കൊച്ചു പെണ്ണ് ഇവിടെ നിന്ന് പിടിച്ചോണ്ട് ഇവിടെ 14-17 വയസ്സുള്ള പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് വരും. ആ പെണ്ണ് പറയാനൊക്കത്തില്ല, എനിക്ക് എന്നോട് പറയാനൊക്കത്തില്ല. പിന്നെ ഗോത്രത്തലവന് ചൂട് കൊടുക്കുക. അതൊരു കൾച്ചറായിരുന്നു. ഈ എല്ലാ കൾച്ചറിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാറ്റി, അതായത് കൾച്ചറൽ ബോണ്ടേജിൽ നിന്ന് മനുഷ്യൻ റിലീസ്ഡ് ആകുന്നത് കർത്താവിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോഴാണ്. സുവിശേഷം മാത്രമേ കൾച്ചറൽ ബോണ്ടേജിൽ നിന്ന് മനുഷ്യനെ റിലീസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു 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 വേ ഓഫ് ലൈഫിനും കൾച്ചറൽ ബോണ്ടേജിൽ നിന്ന് റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചത് കൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾക്കുണ്ടായ എമാൻസിപ്പേഷൻ അത് ബ്രിട്ടീഷ് വിമനൊക്കെ കൂടുതലായിരുന്നാണ് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാലേ, ഈ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സെൻട്രൽ ട്രാവൻകൂർ ക്രിസ്ത്യൻസിനെ പറ്റി ഭയങ്കര ഹൈ റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരെ വെക്കത്തുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്, ഈ സെൻട്രൽ ട്രാവൻകൂർ, പ്രത്യേകിച്ച് തിരുവല്ല, കുമ്പനാട്, കോട്ടയം, ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, തിരുവല്ലയാണ് ഫോക്കസ് പോയിന്റ്. അവിടുത്തെ ക്രിസ്ത്യൻ സ്ത്രീകൾ ബ്രിട്ടീഷ് സ്ത്രീകളെക്കാട്ടിൽ കൾച്ചറൽ വാല്യൂസ് ഉള്ള സ്റ്റാൻഡേർഡുള്ള സ്ത്രീകളാണെന്ന്. ഡിഗ്നിഫൈഡ് ആണ്. അവർ പുലർത്തിയ അവരുടെ ജീവിത വീക്ഷണങ്ങൾ വളരെ വലുതായിരുന്നു. കൾച്ചറലി ഭയങ്കര ഹൈലി എലിവേറ്റഡ് ആണ് നെഹ്റു പറഞ്ഞിരുന്നത്. തിരുവല്ലക്കാർക്ക് അറിയത്തില്ല, വായിക്കുന്നില്ല. വേറൊരു കാര്യം ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഇന്ത്യയിലെ സ്ത്രീകൾ വോട്ട് ചെയ്യുമ്പോൾ ബ്രിട്ടനിലെ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നില്ല. അവർ വോട്ടവകാശം കിട്ടിയിട്ടില്ല. ക്രിസ്ത്യാനിറ്റി എമാൻസിപ്പേറ്റ് ചെയ്തിടത്തോളം, ക്രിസ്ത്യാനിറ്റി ചെന്നിടത്ത് ക്രിസ്ത്യൻ കൺവേർഷൻ എമാൻസിപ്പേറ്റ് ചെയ്തിടത്തോളം ഒരു എമാൻസിപ്പേഷനും ഒരു സോഷ്യൽ അപ്ലിഫ്റ്റിങ്ങും വേറെ ഒരു കൾച്ചറിനും ഒരു റെവല്യൂഷനും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാര്യം ബ്രിട്ടനിൽ മാഗ്ന കാർട്ടയും അതിനുശേഷം ബിൽ ഓഫ് റൈറ്റ്സും, ഇതാണ് ബ്രിട്ടീഷ് കോമൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ബേസിസ് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യൻ ബൈബിൾ തത്വങ്ങൾ അടിച്ചിട്ടാണ് ഈ മാഗ്ന കാർട്ടയൊക്കെ എഴുതുന്നത്, അച്ഛന്മാരെ എഴുതുന്നത്. അവർക്ക് പോലും അത്ര റെവലേഷൻ ഉണ്ടായില്ല. ബ്രിട്ടീഷ് സ്ത്രീകൾക്ക് കിട്ടാത്ത എമാൻസിപ്പേഷൻ ഇന്ത്യക്ക് കിട്ടി. കാരണം എന്ന് വെച്ചാൽ അത്രയും 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 ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ, ദാവീദിന്റെ കാലത്ത് വരുമ്പം ക്രിസ്ത്യാനിറ്റി ഉണ്ടോ?
ഉം. അതെ. അപ്പൊ ദീനം വരുമ്പോൾ ചികിത്സിക്കണം. എന്താ ഉം. ചികിത്സിക്കണ്ടേ? എല്ലാവരും ചികിത്സിക്കുന്ന ചികിത്സ ഇവിടെ ചികിത്സിക്കണം. ഉം. എല്ലാവരുടെയും ചികിത്സ എന്തുവാ? കോത്തറ തലവരെ ദീനം വന്നു, കയ്യും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പാവം പെണ്ണിനെ പിടിച്ചോണ്ട് വന്നു ഇയാൾക്ക് ചൂട് കൊടുക്കാൻ. ഉം. അതൊരു മരുന്നാ, അതൊരു മരുന്നാ. കാര്യം. അതിനപ്പുറമുള്ള ഒരു 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 ഹൈ വിഷൻ ഉണ്ടല്ലോ. നമുക്ക് ഒരു ഇന്റലക്ച്വൽ ഹൈ റെലംസ് എന്ന് പറയും. കാര്യം. Yeah. ഇന്റലക്ച്വൽ സ്പിരിച്വൽ ഹൈ റെലംസ്. ആ. ആ സ്പിരിച്വൽ ഹൈ റെലംസിലല്ല അവർ ജീവിച്ചത്. ഉം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു, വലിയ ദർശനങ്ങൾ കിട്ടുന്നു, ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ദർശനത്തെ കാണുന്നു. കാണിക്കുന്നു. ഇപ്പോഴും ഡേ ടു ഡേ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള Yeah. ആ. റെവലേഷൻ കിട്ടുന്നില്ല, അതെ, അതെ. അല്ലേ? നമ്മൾ കാലഘട്ടത്തിന്റെ വ്യതിയാനങ്ങൾ. Yeah. അപ്പൊ ആ കാലഘട്ടത്തിന്റെ ആ ഡ്രോബാക്ക് ഉണ്ടല്ലോ, Yes. ആ ഡ്രോബാക്ക് എന്ന് അവിടെ കൊണ്ടുവന്ന് ഇതിനെ വെക്കണം. വെക്കണം. Yes. വെക്കുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് ദാവീദ് അനുവദിച്ചതെന്നും അവിടെ സംഭവിച്ചെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. Okay. ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. അടുത്ത ചോദ്യം, വിലാപങ്ങൾ, ലാമെന്റേഷൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19. രണ്ടാം അധ്യായം 19-ാം വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക എന്ന് അവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, എബ്രായ ഭാഷയിൽ 4-ാം യാമാരംഭത്തിൽ എന്നാണോ എഴുതിയിരിക്കുന്നത്? നമുക്ക് അവിടെ ഈ യാമാരംഭത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളൂ. ഫസ്റ്റ് വാച്ച് എന്ന് പറയുന്നത് 6 to 9, സന്ധ്യയ്ക്ക് 6 മണി മുതൽ 9 മണി വരെ. ദെൻ 9 to 12 രണ്ടാമത്തത്. 12 to 3 മൂന്നാമത്തത്. 3 to 6 in the morning. ഇത് 4 വാച്ചസ് എന്ന് പറയുന്നത്. ഇതിനാണ് യാമങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്ത് സൈറൻ ഊതും, അല്ല കാഹളം തുനിക്കും, സെക്യൂരിറ്റി ഗാർഡ് മാറി പുതിയ ഗാർഡ് വരും. അതിനാണ് യാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗാർഡിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദാറ്റ്സ് ഓൾ. സാധാരണ ഈ 4-ാം യാമമാണ് ദൈവപ്രവൃത്തികൾ നടക്കുന്നതെന്നാണ് പൊതുവേ ധരിച്ചിരുന്ന യഹൂദന്മാര്. രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് കടലിന്റെ മണ്ടയ്ക്കൂടെ നടന്നു വന്നു, അല്ലേ? അതുകൊണ്ട് 4-ാം യാമം എന്ന് നമ്മൾ എടുക്കുന്നു. വി ടേക്ക് ഇറ്റ്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹീബ്രുവിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. അപ്പൊ ടൈമിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നിശബ്ദതയുടെ ഒരു ഇതാണല്ലോ. 4-ാം യാമം എന്നൊക്കെ പറയുമ്പോൾ വളരെ മനുഷ്യനെല്ലാവരും ഉറങ്ങുന്ന ഒരു, ഭയങ്കര ഉറക്കമായിരിക്കും. അതെ, എല്ലാവരും ഉറക്കമായിരിക്കും. അതെ. ഈ യഹൂദ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മൾ എഴുതി വായിക്കുന്നതിന് അപ്പുറം. അതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരുപാട് ആൻസേഴ്സും വരുന്നത് 2 സോഴ്സിൽ നിന്നാണ്. ഒന്ന് ഈ ജൂയിഷ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ എന്ന ഒരു ബാങ്കിലുണ്ട്, കൾച്ചർ ബാങ്കിൽ, പ്രത്യേകിച്ച് സ്കെച്ചസ് ഓഫ് ജൂയിഷ് ലൈഫ്. സ്കെച്ചസ് ഓഫ് ജൂയിഷ് ലൈഫ് എന്നുള്ളതാണ് എൻ്റെ ഒരു റെഫറൻസ്. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് വരുന്ന ഉടനെ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കോപ്പി കിട്ടിയത്. ഡോക്യുമെന്റ് ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്. ഡോക്യുമെന്റ്സ് ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്. എന്ന് പറഞ്ഞാല് ഈ പുതിയ നിയമസഭയില് അവിടെ നടന്ന കാര്യങ്ങൾ മറ്റ് സഭയ്ക്ക് എഴുതി കൊടുത്ത കത്തുകളുണ്ട്. ലാർജർ ദാൻ ദി എൻറ്റയർ ന്യൂ ടെസ്റ്റ്മെന്റ്. എൻറ്റയർ ന്യൂ ടെസ്റ്റ്മെന്റിനേക്കാൾ ലാർജാണിത്. നമുക്ക് ഒരു ചെറിയ സംഭവം കാണത്തുള്ളായിരിക്കും, നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ കാണുന്നുണ്ടേ. ഇപ്പം പിന്നെ യൂത്ത് കോഴ്സ് ഒരു ചെറുക്കൻ അവിടെ ഇരുന്നു ഉറങ്ങി താഴെ വീണു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേ പെൺകൊച്ച് മരിച്ചുപോയി, പത്രോസ് അവളെ
പ്രാർത്ഥിച്ചു, ജീവൻ വെച്ചു. സൗഖ്യം. ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഉം. പക്ഷെ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വരുന്നത് ഈ ഞാനിപ്പോൾ കാണിച്ച പുസ്തകത്തിലാണ്. ഓക്കെ. അപ്പം പൊതുവേ നമ്മൾക്ക് നമ്മുടെ ക്രിസ്ത്യൻസിന് ഉം. പുസ്തകങ്ങളെ പറ്റിയുള്ള ജ്ഞാനം വളരെ കുറവാണ്. ഉം. പൊതുവെ കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ആരെങ്കിലും റെഫർ ചെയ്തെടുത്തിരിക്കട്ടെ, ഓക്കെ. അത് വലിയ ഗുണമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഉം. നമുക്ക് സാധാരണക്കാരൻ അത്ര പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന ലാംഗ്വേജ് ഒന്നും അല്ല ഇതിൻ്റെ. ബട്ട് ഓക്കെ. സോ പ്രൊഫൗണ്ട് ആൻഡ് സോ ഡീപ്പ്. ഉം. അപ്പം മാമ ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ മറന്നുപോയി. അതെ, നാലാം വ്യാമം എന്ന് പറയുന്നത് വളരെ നാലാം യാമം എന്ന് പറയുമ്പോഴേ ഈ നാലാം യാമം അതിൻ്റെ സിഗ്നിഫിക്കൻസ് ധാരാളം ഈ പുസ്തകങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം ഒന്ന്, ആളുകൾ ഉറങ്ങത്തില്ല, ഉണരത്തില്ല സമയം. അപ്പോൾ ഈ മേർഡറും ഈ മോഷണമൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന സമയം അന്നേരമാണ്. അതെ, അതെ. അപ്പോൾ അന്നേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉം. ഈ ഇവരുടെ ഒരു വിശ്വാസമാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. വി കനോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്. ഉം. പറഞ്ഞാൽ ഈ ഇതുണ്ടാകുന്ന ഒറിജിൻ ഇങ്ങനെയാണ്. ഒരു ദൂതന്മാരുടെ ഒരു സെറ്റിനെ ഭൂമിയിലിട്ട് അയച്ചിട്ടുണ്ടല്ലോ, സെക്യൂരിറ്റി ഗാർഡ്സ്. ഉം. ഉം. അവർ നമ്മുടെ എല്ലാം ഭവനങ്ങൾക്കും നമ്മുടെ എല്ലാം സെക്യൂരിറ്റി നിൽക്കുകയല്ലേ. ഉം. നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുകയല്ലേ. ഉം. കാര്യങ്ങൾ നമ്മുടെ ഇഷ്യൂസ് എല്ലാം വന്നിട്ട് ഈ സ്വർഗത്തിൽ ദൈവസനിൽ എത്തിക്കുന്നത് ഈ നാലാം യാമത്തിലാണെന്ന്. ഓക്കെ. ഓക്കെ. നാലാം യാമത്തിന് മുമ്പ്, അത് തീരുന്നതിന് മുൻപ് ദൈവത്തിൽ മറുപടി എത്തണം പ്രശ്നങ്ങൾക്ക്. ഓക്കെ. ഇതൊരു ഒരു 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 എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യമല്ല. ഉം. പിന്നെ ആ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് അത് പിടികിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ നാലാം യാമം കഴിയുമ്പോൾ നമ്മൾ ഉണരുന്നു 6 മണിയാകുമ്പോഴത്തേക്ക്. ഈ എസ്രാ എലോഹീം ലിപനോത്ത് ബോഖേർ എന്നാണ്. എസ്രാ എലോഹീം ലിപനോത്ത് ബോഖേർ എന്ന് പറഞ്ഞാൽ നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ. നിന്റെ പ്രോബ്ലം എല്ലാം ഒരു ദൂതൻ അവിടെ ചെന്ന് അവതരിപ്പിച്ചു. ഇന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട്, പരീക്ഷയുണ്ട്, അല്ലെങ്കിൽ റേഷൻ വരും, നിനക്ക് മേടിക്കാൻ നിവൃത്തിയില്ല, ബില്ലടയ്ക്കാൻ കാശില്ല, കൊച്ചിൻ്റെ ഫീസില്ല. നിങ്ങൾ നിന്റെ വിഷയമെല്ലാം അവിടെ അവതരിപ്പിച്ചിട്ട് അതിന് മറുപടി ദൈവം സ്വർഗത്തിൽ നിന്ന് നിനക്ക് കൊടുത്തു വരുന്നത് നാലാം യാമത്തിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പാ. അപ്പം എസ്രാ എലോഹീം, ദൈവം നിന്റെക്കുള്ള സഹായം അയക്കുന്നു. എപ്പോ? ലിപ്നോത്ത് ബോഖർ, നാലാം യാമം അവസാനിക്കുന്നതിന് മുമ്പ്. നാലാം യാമം അവസാനിച്ച പിന്നെ ബോഖേറാണ്, പ്രഭാതമാണ്. അതിനു മുമ്പ് നിന്റെ വിഷയത്തിന് മറുപടിയായിട്ട് വരണം. അപ്പൊ ഇവിടെ ഇപ്പം മാമിന് ഒരു ഡെലിവറി വന്നിരിക്കട്ടെ, ഡെലിവറി മാൻ. അപ്പം വളരെ വാല്യുബിളായ കാര്യം അയച്ചിരിക്കുന്നത്. മാമിന്റെ ഒപ്പ് മേടിച്ചെങ്കിൽ മാത്രമേ ഇവന് പോകാനൊക്കത്തുള്ളൂ. ഒന്ന് കുറേ നേരം മണി അടിച്ചു, ബെല്ലടിച്ചു, കീറടിച്ചു, ഒരു പെരി ഇല്ല. ഇത് അയൽപക്കത്ത് കൊടുക്കാനൊക്കത്തില്ല. അവനങ്ങ് പോയി. മാവ് 8 മണി വരെ കിടന്ന് ഉറങ്ങി. നോക്കിയപ്പം ഇന്നിപ്പോ വന്നിട്ടില്ലല്ലോ, എന്നാ ഇനി നാളെ ആയിരിക്കും. പിറ്റേ ദിവസം അവൻ വന്നു. നമ്മള് അപ്പം ദൈവക്കുള്ള വാണിങ്ങ, പ്രഭാതത്തിൽ നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അത് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് ദൈവം ഓൾറെഡി മറുപടി അയച്ചു കഴിഞ്ഞു. ദൂതൻ നിന്നോടുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞു, പക്ഷെ നിനക്ക് മെസ്സേജ് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. നീ മൂടി പോയിട്ട് നോക്കുക. സൂര്യൻ ഉദിച്ച് നിന്റെ തലക്കകത്ത് ചൂടടിച്ചെങ്കിൽ മാത്രമേ നീ ഉണരത്തുള്ളൂ. യു മിസ് യുവർ ബ്ലെസ്സിങ്സ്. ഇനി നമുക്ക് അത് വേൾഡ്ലി ടെർമിനോളജിയിൽ എടുത്താലും ഈ ഗുണം പിടിക്കാത്തവൻ്റെ ഒന്നാമത്തെ ലക്ഷണം
ഇപ്പം നേരം വെളുത്താൽ കിടന്നു പോത്ത് പോലെ ഉറങ്ങും. നേരം വെളുത്ത 6 മണിക്ക് ശേഷം ഏതവൻ കട്ടിലെ കിടക്കുന്നു അതിനെപ്പറ്റി യാതൊരു ഹോപ്പും ഉണ്ടാക്കണ്ട. സദൃശ്യവാക്യങ്ങളിൽ അതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ഒരു മടിയാ നീ എത്രത്തോളം കിടന്നുറങ്ങും. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ബുദ്ധിമുട്ട് ആയുധമണി പോലെ വരും. അപ്പം ഇതൊരു ജൂവിഷ് കൾച്ചറാണ്. രണ്ട്, ഈ ഉറക്കം എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെത്ത് ആണെന്നാണ് അവരുടെ ധാരണ. ജൂവിഷ് ആ ധാരണ അങ്ങനെയാണ്. നമ്മൾ ഈ സ്കെച്ചസ് ഓഫ് ജൂവിഷ് ലൈഫ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ദാവീദൊക്കെ 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്. ദാവീദിന് 2 മണിക്കൂർ ഉറങ്ങി 2 മണിക്കൂർ അറ്റച്ച് ഉറങ്ങത്തില്ല. 24 മണിക്കൂറിനിടയിൽ ദാവീദ് ഒരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങി, ഒരു 15 മിനിറ്റ് ഒന്ന് ഉറങ്ങി, അരമണിക്കൂർ നമ്മൾ നടുവ് നിർത്തും, ഇങ്ങനെ തീർക്കുക. ഫുൾ ടൈം ഉറങ്ങുന്നത്, ഉറക്കം എന്ന് പറഞ്ഞാൽ ഈക്വൽ, നമ്മൾ മരണത്തോട് അടുത്ത് കഴിഞ്ഞു അങ്ങോട്ടങ്ങ് വഴി തീരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവരുടെ വിശ്വാസം. ഈ അത് ദാവീദിനെ പറ്റി അത് യഹൂദന്മാരുടെ മുഴുവൻ വിശ്വാസമാണ്. മാൻ വിത്തൗട്ട് സ്ലീപ്പ് എന്നായിരുന്നു. അബ്രഹാം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ഒരാളെ വായിക്കുന്നത് ഈ നെപ്പോളിയനാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻസ് പോളിസി ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എ മാൻ വാണ്ട്സ് 2 hours to sleep, a woman 4, and a fool 8. ഒരു മനുഷ്യൻ ഉറങ്ങാൻ 2 മണിക്കൂർ, സ്ത്രീക്ക് ഉറങ്ങാൻ 4 മണിക്കൂർ, വിട്ടിക്ക് ഉറങ്ങാൻ 8 മണിക്കൂർ. നെപ്പോളിയൻ 2 മണിക്കൂർ ഉറങ്ങത്തുള്ളൂ. ബാറ്റിൽ ഫീൽഡിൽ വെച്ച് പുള്ളി പെട്ടെന്ന് യുദ്ധം നിർത്തിയിട്ട് പോയി 10 മിനിറ്റ് ഉറങ്ങും. യുദ്ധം തുടങ്ങും. പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ 10 മിനിറ്റ് വിശ്രമിച്ചിട്ട് വീണ്ടും വരും. ദാറ്റ് ഈസ് നെപ്പോളിയൻ. അപ്പം ഈ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറല്ല അവരുടേത്. എന്ന് പറഞ്ഞ് ഉറങ്ങിയിരിക്കുന്നവർ ഗുണം ഭരിക്കത്തില്ലെന്നുള്ള ധാരണയാണ് അവർക്ക് എപ്പോഴും. നമ്മൾ ആ ഹിസ്റ്ററി പഠിച്ചാൽ, അവരുടെ ആ റോമൻ ജൂയിഷ് ഹിസ്റ്ററി പഠിച്ചാൽ, ഇവരാരും പോത്ത് പോലെ ഉറങ്ങുന്നവരല്ലായിരുന്നു. ഒരാളും പോത്ത് പോലെ ഉറങ്ങുന്നവരല്ല. അപ്പൊ ഈ ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിലോസഫി അല്ല അവർക്ക്. സ്ലീപ്പ് ലെസ്. അപ്പൊ അത് വരുമ്പോ ഈ 4-ാം യാമം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കുള്ള യാമമാണ്. 4-ാം യാമം പ്രാർത്ഥനയ്ക്കുള്ള യാമമാണ്. 3 മണിയായോ ഉണരണം. ഉണർന്ന് റെഡിയായി ദൈവസന്നിധിയിൽ കണ്ണുപടിച്ച് പ്രാർത്ഥിക്കേണ്ടെന്ന് വേദപുസ്തകമൊക്കെ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്പെൻഡ് യുവർ ടൈം. ദെൻ യു സ്റ്റാർട്ട് ഡൂയിങ് യുവർ വർക്ക്. ഇപ്പം അത് കഴിഞ്ഞിപ്പം ടയർഡ് ആകുമ്പം കുറച്ച് നേരം ഉറങ്ങാം, ഒരു ഫ്രീ ടൈം എടുത്തിട്ട് ഇച്ചിരി നേരം ഉറങ്ങാം. ദാറ്റ്സ് ഫൈൻ. പക്ഷെങ്കിൽ ഈ ടൈമിൽ ഉറങ്ങിപ്പോയോ, 6 മണിക്ക് ശേഷം നീ കട്ടിലേലാണോ, ഒരു ഹോപ്പും. He or she can't achieve anything. You won't achieve anything. ഈ 5 deadly sins of jubilant life എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. 5 deadly sins. 5 deadly sins ഒന്നാമത്തെ ലവ് ഓഫ് സ്ലീപ്പാണ്. ഒന്നാമത്തെ ലവ് ഓഫ് സ്ലീപ്പ്. That's my answer, madam. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. താങ്ക് യു. അടുത്ത ചോദ്യം, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചോദ്യകർത്താവ് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സ്നാനത്തെ പറ്റിയുള്ള ഉപദേശം പഴയ നിയമത്തിലാണ് ആദ്യം പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. സാമാന്യമായി സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം പുതിയ നിയമത്തിൽ എന്നാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ? പിന്നെന്താ, നമുക്ക് ഈ പഴയ നിയമത്തിൽ ബേസിസ് ഇല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അതിന് വാലിഡിറ്റി ഇല്ല. ഡോക്ട്രിൻ, ന്യൂ ടെസ്റ്റ്മെന്റ് ഡോക്ട്രിൻ. ന്യൂ ടെസ്റ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡോക്ട്രിൻ അല്ല. എങ്ങനെ ഡോക്ട്രിൻ ഉണ്ടാകുന്നത്?
ഒന്ന്, വിശുദ്ധ പഴയ നിയമത്തിൽ അത് പറഞ്ഞിരിക്കണം. നമ്പർ 1. നമ്പർ 2, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ കാര്യം പഠിപ്പിച്ചിരിക്കണം. 3, ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ചിരിക്കണം. 4, ശിഷ്യന്മാരത് ചെയ്തിരിക്കണം. 5, സഭകൾക്ക് ലേഖനങ്ങളിൽ കൂടെ ആ കാര്യം കൊടുക്കണം. ഒന്നാമത്തെ കാര്യം വിശുദ്ധ പഴയ നിയമത്തിലുണ്ടോ? നമുക്ക് ഡോക്ടറിൻ തുടങ്ങുന്ന മാനസാന്തരമാണ്. മാനസാന്തരത്തിന് ഡോക്ടറിൻ തുടങ്ങുന്ന പഴയ നിയമത്തിലാണ്. അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത്. ഇപ്പം പഴയ ദിവസം അവസാനിക്കുന്ന എവിടെ? മലാഖിയില് അല്ലേ? ഇവിടെ പറയുന്ന അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും, റിക്കൺസൈൽ ചെയ്യും. അപ്പോൾ ഒരുത്തൻ മാനസാന്തരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവൻ്റെ മോനെ പറ്റിയായിരിക്കും അവന് ചിന്ത. എടാ, എൻ്റെ കുഞ്ഞ് ഗുണം വിടുമോ, സ്വർഗത്തിൽ പോകുമോ, നന്നാകുമോ, ദൈവമായിട്ട് ജീവിക്കുമോ? അതാ ചിന്ത. അവനെവിടെയും പോട്ടെ, ഞാനും ഭാര്യയും കൂടെ മാസികത്തിന് പോവുക, അത് ശരിയായ മാനസാന്തരപ്പെട്ടതല്ല. അപ്പോൾ മാനസാന്തരം കൊണ്ടാണ്, അതായത് നമ്മൾ മലാഖി എടുത്താൽ മലാഖിയിലെ ഡോക്ടറിൻ മുഴുവൻ മാനസാന്തരമാണ്. നിങ്ങൾ എങ്കിലേക്ക് തിരിയണം എന്നുള്ളതാണ്. മലാഖിക്ക് തൊട്ടു മുമ്പുള്ള പുസ്തകം ഏതാ? സക്കരിയാവാണ്. സക്കരിയാവ് തുടങ്ങുന്നത് സുബു എലായി, മാനസാന്തരപ്പെട്ട് എന്നിലേക്ക് തിരിയുക. സക്കരിയാവ് തുടങ്ങുന്നത്. ഇത് മലാഖി ഇത് മുഴുവനും. ഇനി ഈ പഴയ നിയമം എടുത്ത് പുതിയ റൂട്ട് കണക്ട് ചെയ്യാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കുക, അല്ലേ? മാനസാന്തരം എവിടെ ഉണ്ടായത്? പഴയ നിയമത്തിൽ. സ്നാനം എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നുള്ളതിൻ്റെ ഫിസിക്കൽ ഡിക്ലറേഷനാണ്. നീ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു എന്നുള്ളതിൻ്റെ ഫിസിക്കൽ ഡിക്ലറേഷനാണ് ഏത്? സ്നാനം എന്ന് പറയുന്നത്. അതാണ് ഫിസിക്കൽ ഡിക്ലറേഷൻ. അതിന് ടബാൽ എന്നും റക്കാസ്റ്റ് എന്നും 2 ഹീബ്രു വേർഡ്സ് ഉപയോഗിക്കുന്നത്. ടബാൽ എന്ന് പറയുമ്പം നിന്നെ മുഴുവനായി വെള്ളത്തിൽ കഴുകുക, കംപ്ലീറ്റ് ആയിട്ട് കഴുകിയെടുക്കുക. റാക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യപ്പെടണം, കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാകണം. ഒന്ന് വെള്ളം നിന്റെ മണ്ടയ്ക്കായി, മറ്റേ നീ വെള്ളത്തിനടിയിലായി. വെള്ളം കോരി നിന്റെ മണ്ടയ്ക്ക് ഒഴിക്കുമ്പോൾ വെള്ളം നിന്റെ മണ്ടയ്ക്കായി, അല്ലേ? നീ നിമജ്ജനം ചെയ്യപ്പെടുമ്പോഴോ നീ വെള്ളത്തിനടിയിലോട്ടങ്ങ് പോവുക, അല്ലേ? ഈ 2 ഹീബ്രു വേർഡ്സ് ആണ് സ്നാനത്തിന് ഉപോദ്വലകമായിട്ട് അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ട് പഴയ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടാബാൻ എന്ന വേർഡാണ് ഏറ്റവും കൂടുതൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷനായി വരുന്നു, അവനെ കുളിപ്പിച്ച് സ്നാനപ്പെടുത്തിയ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുന്നത്, അവനെ പ്രൊമോട്ട് ചെയ്യണം. ഓരോ പ്രാവശ്യം അവനെ ഈ സ്നാന ശുശ്രൂഷ നടത്തും. അങ്ങനെ നടന്ന ഇവൻ അവസാനം മഹാപുരോഹിതനായി. മഹാപുരോഹിതനാകുന്ന അന്ന് ഇവനെ സ്നാനപ്പെടുത്തണം. ഇനി മഹാപുരോഹിതന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ ഏതാ? ഈ മഹാപാപ പരിഹാര ദിവസമാണ്. അന്ന് ഇയാൾ 5 പ്രാവശ്യം സ്നാനപ്പെടണം. അത് കട്ടിയുള്ള സ്നാനമാവും.
ഉം, വലിയൊരു സ്വർണ്ണ തളികയുണ്ട്. ഉം, സ്വർണ്ണം നമുക്ക് എന്താ പറയാം, ഒരു 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 സ്വിമ്മിംഗ് പൂള് ഉം, കംപ്ലീറ്റ് സ്വർണ്ണമുണ്ട്, ഉം, ചെറിയ ഒരെണ്ണം. അതിന് ചുറ്റും വളരെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു കർട്ടൻ കിട്ടും. ഉം, മഹാപുരോഹിതൻ അയാളുടെ വസ്ത്രം മുഴുവൻ ഉം, അഴിച്ച് പുറത്ത് വെച്ചിട്ട് ഉം, കംപ്ലീറ്റ് നേക്കഡ് ആയിട്ട് ഇതിനകത്ത് ഇറങ്ങണം. ഉം. ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി നിൽക്കുക. അപ്പോൾ പരീശന്മാരും പുരോഹിതന്മാരും ശാസ്ത്രിമാരും മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ, വേറെ ആരും അവിടെ വരാൻ പാടില്ല. ഉം, ഉം, ഒരു 4 സൈഡിൽ നിന്ന് ഇയാൾ ഒബ്സർവ് ചെയ്യും. ഉം, എവിടെങ്കിലും പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളത്തിൽ ഉം. എവിടെങ്കിലും ഒരു ഡേർട്ടിന്റെ അംശം ഇയാൾ കണ്ടാൽ ഓക്കെ, ഡിസ്ക്വാളിഫൈഡ് ആയി ശുശ്രൂഷ ചെയ്യാൻ. ഓക്കെ. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ഇയാൾ വെള്ളത്തിൽ നിൽക്കുക. ഉം, ഇവർ വിളിച്ച് ജനത്തോട് പറയും അവനിൽ ഒരു കളങ്കവും ഇല്ലെന്ന്. ഉം, അപ്പോൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ശുശ്രൂഷ തുടങ്ങുക. ഉം, സ്റ്റേജിൽ വന്ന് നിർത്തി, അയാൾ വീണ്ടും ഇറങ്ങി. ഉം, ഇങ്ങനെ 5 പ്രാവശ്യം. ഉം, എന്താ വിളിച്ചു പറയണം? ഹീ ഈസ് ബ്ലെമിഷ്ലെസ്, there is no blemish in him. ഉം. ഇത്രയും പഠിച്ചിട്ട് വേണം നമ്മൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തിലേക്ക് വരാൻ. ഉം, മനസ്സിലായേ? ക്രൂശീകരണത്തിൽ വരുമ്പോൾ ലോകത്തിലെ 5 കോടതി 6 പ്രാവശ്യം ഡിക്ലെയർ ചെയ്തു ഉം. ഇവനിൽ ഒരു ഒരു കുറ്റവും ഇല്ലെന്ന്. എങ്കിൽ മാത്രമേ കർത്താവ് ക്വാളിഫൈഡ് ആകത്തുള്ളൂ. എന്തിനു വേണ്ടി? ഓക്കെ, മനുഷ്യന്റെ പാപപരിഹാരത്തിനുള്ള ആത്യന്തികമായി ശുശ്രൂഷ ചെയ്യാൻ ക്വാളിഫൈഡ് ആകത്തുള്ളൂ. That's why he qualified himself. ഓക്കെ. That's why he qualified himself. നമ്മൾ പറഞ്ഞ സ്നാനത്തിലാണ് നമ്മൾ ഒരുപാട് വിട്ടുപോയി. ഇത് എടുത്ത 2-3 ദിവസം കൊണ്ട് തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതെ. പഴയ നിയമത്തും സ്നാനം പുതിയ നിയമ സ്നാനമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ കേക്ക് വോക്ക്. ഒറ്റ മറുപടി വരുന്ന കാര്യമല്ല. അതിൻ്റെ അർത്ഥം ഇയാളുടെ ഒരു സ്റ്റേറ്റസിൽ മറ്റു സ്റ്റേറ്റസിൽ മാറിക്കഴിഞ്ഞു. ഇതുപോലെ കല്യാണത്തിനും കംപ്ലീറ്റ് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റി വരത്തുള്ളൂ. പെണ്ണിനെ അതിൽ പെണ്ണിൻ്റെ ആൾക്കാരുണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് മാറി കുളിച്ച് വൃത്തിയാണെന്ന് ഉറപ്പ് വരുത്തി പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് വരത്തുള്ളൂ. കാര്യം സ്റ്റേറ്റസ് മാറി. ഇന്നലെ വരെ സിംഗിൾ ആയിരുന്നു, ഇന്ന് അങ്ങനെയല്ല, സ്റ്റേറ്റസ് മാറി. പുരോഹിതന്റെ സ്റ്റേറ്റസ് മാറി, ശിശുവിന്റെ സ്റ്റേറ്റസ് മാറി. ഇനിയും നീ അശുദ്ധനായിരുന്നു ഇന്നലെ വരെ, ഇപ്പോൾ മുതൽ നീ വിശുദ്ധനാണ്. എന്തോ തെളിവ്? യോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങി. അവിടെ വേട് മാറി, റാക്കാസ്റ്റായി. നേരം ടാബാലായിരുന്നു. അപ്പം മനുഷ്യൻ നിന്നെ കുളിപ്പിച്ചെടുക്കുക മുഴുവൻ വെള്ളത്തില്. നയമാന്റെ വിഷയമാണോ? അല്ല പഴയ നിയമത്തിലെ മനുഷ്യൻ കുളിപ്പിച്ചെടുക്കുക. നയമാൻ തന്നെ മുങ്ങണം അല്ലേ? അവിടെയാണ് റാക്കാസ്റ്റ് വരുന്നത്, വേട് മാറി. റൈറ്റ്. ഇനി യോഹന്നാൻ പറയുന്നു, ഞങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ മാനസാന്തരത്തെ ഓരോരുത്തരും തങ്ങളുടെ പാപം സാധനപ്പെടണം. മാനസാന്തര സാധനം അതിൻ്റെ അർത്ഥം എന്താ? ബിഫോർ ദിസ് ബാപ്റ്റിസം ഐ വാസ് അൺകൺവേർട്ടഡ്, അല്ലെങ്കിൽ ഞാൻ പെടാത്തവനായിരുന്നു. അൺറിപ്പൻറ്റഡ്. നൗ ഐ ആം റിപ്പൻറ്റഡ്. മുമ്പ് ഞാൻ അൺറിപ്പൻറ്റഡ് ആയിരുന്നു. എൻ്റെ ആ സ്റ്റേറ്റസ് മാറി ഞാൻ റിപ്പൻറ്റഡ് ആയിരിക്കുന്നു. ഇനിയും പറഞ്ഞു, ഇനിയും അവരോട് യോഹന്നാൻ പറഞ്ഞു, നോക്കിയേ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചത് മാനസാന്തരത്തിനാ. അടുത്ത ആള് വരുന്നു, എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഒറിജിനൽ ഭാഷ അറിയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് കൊണ്ടും സ്ത്രീ കൊണ്ടും എന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എന്ന തീ കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തും അല്ലേ? അപ്പൊ സ്നാനത്തിന് ഉപദേശം എവിടെ തുടങ്ങിയതാ? പഴയ നിയമത്തിൽ. തിരുവത്താഴത്തിന് ഉപദേശം എവിടെ തുടങ്ങിയതാ? പഴയ നിയമത്തിൽ. കാരണം
യഹൂദന്റെ പെസഹ. പെസഹയാണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ തിരുവത്താഴമായിട്ട് തിരുവത്താഴം. മാറുന്നത്. ഉം. വേർപാടിന് ഉപദേശം അവിടെ തുടങ്ങിയത് പഴയ നിയമത്തിൽ. ഉം. അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ, വേർപെട്ടിരിക്കുന്നു. അല്ലേ? എത്രയോ പ്രാവശ്യം പറഞ്ഞു വേർപാടിന്റെ ഉപദേശം. ഉം. ആരാധന ഡോക്ടറിൻ എവിടെ തുടങ്ങിയത്? പഴയ അതും നിയമം. വിശുദ്ധ പഴയ നിയമത്തിൽ, അല്ലേ? ഉം. ചുരുക്കം പറഞ്ഞാൽ മുഴുവൻ ഡോക്ടറിനും തുടങ്ങിയത് പഴയ നിയമത്തിലാണ്. ഓക്കെ. അവിടെ തുടങ്ങാത്ത ഒന്നും പുതിയ നിയമത്തിൽ ഡോക്ടറിനായിട്ട് വരുന്നില്ല. ഉം. ഒരു ഡോക്ടറിനും വരുന്നില്ല. ആൾക്കാർ ഉം. ചോദിക്കും, രഹസ്യപരവിൻ്റെ ഡോക്ടറിനുണ്ടോ? സഭയുടെ ഉൽപ്രാവണത്തിൻ്റെ ഡോക്ടറിനുണ്ടോ? ഉം. നിയമത്തിൽ അത് പറഞ്ഞേക്കുന്നേ. ഉം. പഴയ നിയമത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പുതിയ നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ. അപ്പം സ്നാനം എന്നുള്ളത് യോഹന്നാൻ സ്നാനം ചെയ്യുന്ന ആൾക്ക് വാട്ട് ഈസ് ദാറ്റ് ഉം. എന്നാലും ചോദിച്ചില്ലല്ലോ. ഓക്കെ. സ്നാനം അതെന്തുവാ എന്നാലും ചോദിച്ചോ? ഉം. എന്തുകൊണ്ട്? ഇല്ല. അവർക്കറിയാം, അവർക്ക് പരിചയമുണ്ട്. അറിയില്ല. That is my very, very detailed explanation for the New Testament. Yeah, so it was a very brief and clear answer, sir, regarding the Absolutely, baptism. yes, yes. Thank you. അടുത്ത ചോദ്യം ഉം. ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉം. എതിർ ക്രിസ്തുവിന്റെ ആധിപത്യം ഭൂമിയിൽ തുടങ്ങുമ്പോൾ തലസ്ഥാനം ബാബിലോൺ ആയിരിക്കുമോ? ഇല്ല, ഉം. ഇല്ല. ഉം. എതിർ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങുമ്പോൾ തലസ്ഥാനം യെരുശലേമായിരിക്കും. യെരുശലേം. ഉം. കാരണം അവൻ വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളയുന്ന, ഉം. വിശുദ്ധ നഗരത്തെ ഓക്കെ. ചവിട്ടിക്കളയുന്ന, അല്ലേ? അല്ല, ബാബിലോണിനെ ചവിട്ടിക്കളയുന്നല്ല. ഉം. വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്? So clear ആണത്. വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറയുന്നത്. ഉം. നോക്കിക്കോണേ, സാത്താൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യെരുശലേം നഗരത്തിൽ അവൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പണിയണമെന്ന്. ഉം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ്, നമ്മുടെ ചോദ്യത്തിലുള്ളതല്ല, പക്ഷേ ഓക്കെ. ആൾക്കാർ മനസ്സിലാക്കണമെന്ന് പറയാം. ഉം. സാത്താൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ, ഈ ഭൂമിയിലെ ഉം. ആദ്യത്തെ ക്യാപിറ്റൽ ഈ മിസ്റ്ററി ബാബിലോണായിരുന്നു. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ ബാബേൽ കോട്ടയായിരുന്നു. ഉം. നിമ്രോദിന്റെ പഴയ നിയമത്തിലെ. പഴയ നിമ്രോദിന്റെ ബാബിലോണായിരുന്നു. നിമ്രോദിന്റെ ബാബിലോൺ ദൈവം ഭാഷ തകർത്തോടെ തകർന്നു പോയി. പുള്ളിക്ക് വേണ്ടി ക്യാപിറ്റൽ ഇല്ല. ഉം. അടുത്ത ക്യാപിറ്റൽ പുള്ളി പണിയുന്നത് ഇവിടെ പിന്നെ മിസ്രൈമില്ല. ഈജിപ്തിലെ അല്ലേ? ഈജിപ്റ്റ് വാസ് ദി സെക്കൻഡ് ക്യാപിറ്റൽ. ഉം. അത് ഈ ശത്രുജനം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഉം. അവനും അവൻ്റെ സകല സംഗതിയും ചെങ്കടലിൽ പോയി ഉം. തീർന്നു. പിന്നെ പുള്ളിക്കൊരു ക്യാപിറ്റൽ ഇല്ല. ഉം. ക്യാപിറ്റൽ ഇല്ലാതെ അലിഞ്ഞടന്ന് പുള്ളി പിന്നെ ക്യാപിറ്റൽ പണിയുന്നത് എവിടെയെന്നറിയാമോ? ഈ ഗ്രീസ് തലസ്ഥാനമായ മാസിഡോണിയയിലല്ല, ആഥൻസിലാണ്. ആ. ആഥൻസിലാണ് പിന്നെ പുള്ളിയുടെ ക്യാപിറ്റൽ വരുന്നത്. ഉം. ആഥൻസ് ഉൾപ്പെടുന്ന അവിടുന്ന് അതങ്ങോട്ട് വ്യാപിച്ചിട്ട് ഉം. ഗ്രീക്ക് എംപയർ വന്നിട്ട് പുള്ളിയുടെ സിംഹാസനം കൊണ്ട് ഉറപ്പിച്ചിട്ട് ഉം. സിംഹാസനം കൊണ്ട് ഉറപ്പിച്ച് അവിടെ സ്റ്റേറ്റ് ആൻഡ് വേർഷിപ്പും ആരംഭിക്കുന്നത് ഉം. വെസ്റ്റേൺ ടർക്കിയിലാണ്. ഉം. വെസ്റ്റേൺ ടർക്കിയിൽ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോഴേ നീ എവിടെ ഇരിക്കുന്നെന്നും അവിടെ സാത്താൻ സിംഹാസനം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു പറഞ്ഞല്ലോ. ഉം. ഉം. ഒരു വലിയ ഒറ്റ കല്ലൊരു മാസീവ് ഒരു കല്ലൊരു ത്രോണാണ്, സിംഹാസനമാണ്. ഒറ്റ കല്ലിൽ സിംഹാസനമാണ് അതിൻ്റെ. ആ. ആ. അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഡാർക്ക് സ്മോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉം. അതായിരുന്നു പൗലോസിൻ്റെ കാലത്ത് വെസ്റ്റേൺ ടർക്കി ഉം. ആയിരുന്നു ഉം. അവൻ്റെ സിംഹാസനം. ഉം. അത്
പൊളിച്ചുകൊണ്ട് ആ സിംഹാസനം എടുത്തുകൊണ്ട് ബെർലിനിൽ പോയി. ബെർലിൻ. ഓക്കെ. ബെർലിൻ ജർമ്മനിയുടെ പ്രതാപകാലത്ത് 1887 ജർമ്മനി കൊണ്ടുവന്നത്. ഓക്കെ. ബെർലിനിൽ കൊണ്ടുപോയി. ബെർലിനിൽ കൊണ്ടുപോയത് കൊണ്ടാണ് ചെയ്യുന്നത്, ബെർലിൻ ബേസ് ചെയ്തുകൊണ്ട് ദൈവമക്കൾക്കെതിരായ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുകയും മാസീവായ യഹൂദ കൂട്ടക്കൊല നടക്കുന്നത്. പക്ഷെ അതോടുകൂടി അവൻ പൊളിഞ്ഞു പോയ ശേഷം അന്ന്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ മുതൽ എവിടെ ആദ്യത്തെ ബാബിലോൺ പറഞ്ഞല്ലോ, അവിടെ ആകാശത്ത് വീണ ഒരു കല്ലുണ്ട്. ഒരു കല്ല്. ആ കല്ലിനെ സേവിച്ചുകൊണ്ട് തുടങ്ങുന്നത്. ആകാശത്ത് നിന്ന് വീണത് എന്നാ പറയുന്നത്, ഒരു കല്ല്. ആ കല്ല് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വരുന്നുണ്ട്. അത് എവിടെ വരുന്നു? എഫെസോസ് വരെ വന്നു. അതതിൻ്റെ ഫുൾ രൂപത്തിൽ എവിടെ വന്നു? പിന്നെ വെസ്റ്റേൺ ടർക്കിയിൽ വന്നു. അവിടുന്ന് പിന്നെ ഈ സാധനം ബെർലിനിൽ പോയി. ബെർലിനിൽ പോയ ശേഷം ഇന്ന് സെയിം കല്ല് ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾ എല്ലാ വർഷവും തീർത്ഥാടനത്തിന് പോകുന്നത്. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളെ പാണ്ടിരോറി തവളെ ചവിട്ടായിരിക്കുന്ന മാതിരി സാത്താൻ ചവിട്ടി കൊല്ലുന്നുണ്ട്. എന്നിട്ടും ഇത് സാത്താൻ എന്ന ആൾക്കാർ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്റ്റാമ്പേഡ് 1000 തവള റോഡിൽ കയറി സമരം ചെയ്യാം. അപ്പം ഇതിൽ പാണ്ടിരോറി പോകാൻ അനുവദിക്കുന്നതെന്ന് പറഞ്ഞ് പാണ്ടിരോറി എന്തോ ചെയ്യും അല്ലേ? ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഉത്സവത്തിനാന്ന് പറഞ്ഞ് കൂട്ടിവരുത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു. പക്ഷേ ആൾക്കാർക്ക് ബുദ്ധിയുണ്ടോ? ഇത് ദൈവമല്ല. ദൈവമാണെങ്കിൽ എന്തില്ല? ഈ ചവിട്ടിക്കൊല്ലില്ല. ഞാൻ ഒന്നിൻ്റെ കാര്യം മാമനോട് പറയാം. മാമൻ സെൻട്രൽ ആൾക്കൊരു കാര്യമാണല്ലോ, മാരാൺ കൺവെൻഷൻ കിട്ടില്ല? മാരാൺ കൺവെൻഷൻ എത്ര ആളുകളായിരുന്നു മാമ അവിടെ കൂടുന്നത് ഈ ഇല്ലാത്ത കാലത്ത്? 1-2 ബസ്സുകളുള്ള കാലത്ത് എൻ്റെ മോം ഒരാള് ഒരു കാല് തെറ്റി വീണ ഒരു കഥയില്ല. ഒരു കാല് തെറ്റി വീണ ഒരു കഥയില്ല. എത്രയോ ദൂരെ നാള് വരുന്ന ഭർത്താവക്കാരുടെ കൺവെൻഷനാ. അത് കാണണ്ട, എന്തോ അച്ചടക്കത്തോടെ അവിടെ ഇരിക്കുന്നു. ഒരു അടിയോ പിടിയോ തെള്ളോ വാക്കോ ഒന്നുമില്ല. ശാന്തമായിട്ട് പ്രസംഗം കേട്ടു ശാന്തമായിട്ട് തിരിച്ചു പോവുക. പിന്നെ ഒരു വലിയ കൺവെൻഷൻ ഉണ്ടായ കുമ്പനാട് കൺവെൻഷനാ, IPC-കാരുടെ. ഇനി വേണ്ട, ഈ മദ്രാസിലെ TPM-കാരുടെ കൺവെൻഷൻ ആൻഡ്രോട് എത്ര ലക്ഷം ആളുടെ കൂടെ ഒരു പോലീസില്ല, ഒരു നിയന്ത്രിക്കാൻ ആളുമില്ല, ഒരു സെക്യൂരിറ്റി ഇല്ല. അവിടെ ചെന്ന് നോക്കണം. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രണം, ദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. കാര്യം ദൈവമക്കൾ ദൈവസേനയിൽ വന്നിട്ടേ കെട്ടിയോളെ ചവിട്ടിക്കൊണ്ടെന്ന് ഞാൻ തിരിച്ചു പോകേണ്ടത്. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളവിടെ പോയ ദൈവത്തെ ആരാധിക്കും, എന്നിട്ട് ഇതെന്താ പറ്റി? എൻ്റെ കെട്ടിയോനല്ലേ എന്നോട് ചവിട്ടി കൊന്നത്. പിന്നെ ദൈവം എവിടായിരുന്നു? കമോൺ, പിന്നെ ദൈവം എവിടായിരുന്നു നിന്നെ കെട്ടിയോനെ ചവിട്ടി കൊല്ലുമ്പം? ആലോചിക്ക്. അപ്പം അവിടെയാണ് ദാറ്റ്സ് എ പ്രസന്റ് ക്യാപിറ്റൽ. ഇനിയും അവിടുന്ന് അവൻ യെരൂശലേമിൽ ലാസ്റ്റ് വരും. അതോടെ അവൻ തീരും. അതാണ് സാത്താന്റെ ക്യാപിറ്റൽസ്. ഞാൻ നമ്മുടെ വിഷയം വിട്ട് നമ്മൾ ഒരുപാട് ദൂരെ പോയില്ലേ? ഇല്ല, ബട്ട് ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് സർ. ഇറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ്. ഇത് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നോ അതോ? പിന്നെ അടുത്ത ചോദ്യം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം
19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഉം. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം ഇവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണം എന്ന് ഞാൻ എന്ന് പറയുന്ന യാക്കോബ് അഭിപ്രായപ്പെടുന്നു എന്ന് കാണുന്നു. 15 അധ്യായം അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായം 28 വാക്യത്തിൽ വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്. ചോദ്യം ഇതാണ്: അങ്ങനെയെങ്കിൽ ആഭരണം വർജിക്കേണ്ടതുണ്ടോ? തിരുവെഴുത്ത് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഓക്കെ. ഈ വളരെ ദീർഘമായിട്ട് പക്ഷേ ഡേയ്സ് എടുത്ത് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണിത്. ഡേയ്സ് എടുത്ത് ഒരു പ്രോബ്ലം, ചോദ്യകർത്താവിന് തൻ്റെ ചോദ്യം എന്താണെന്ന് അറിയത്തില്ല. ചോദ്യകർത്താവിന് തൻ്റെ ചോദ്യം ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞോട്ട് മനസ്സിലാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞോട്ട് മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ചോദ്യകർത്താവിന് തൻ്റെ ചോദ്യം എന്താണെന്ന് അറിയാമെങ്കിൽ ചോദ്യം ചോദിക്കപ്പെടുന്നില്ല. ചോദ്യകർത്താവിന് താൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമെങ്കിൽ ഈ ചോദ്യം ഉണ്ടാകുന്നില്ല. അതിന് ഉത്തരം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് ഈ ചോദ്യം വന്നത്. ഞാനിങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പം സാധാരണ തിരിച്ചു പറയാനുള്ള കാര്യമുണ്ട്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് എംപറർ കാതറിൻ റഷ്യ ഭരിക്കുന്ന സമയത്ത് ഇവര് വിവരം എന്നൊരു സാധനം തൊട്ട് വെച്ചിട്ടില്ല. പിന്നെ ദൈവമക്കളെന്ന് പറഞ്ഞാൽ അവരുടെ തല്ലിക്കൊല്ലും. ഇത്ര ദേഷ്യമാണ്. ദ മോസ്റ്റ് ഫേമസ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദ ടൈം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് മാത്തമാറ്റിക്സിലെ ഒരു ഇക്വേഷൻ വെച്ച് തെളിയിക്കാൻ, ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരു മാത്തമാറ്റിക്സ് ഇക്വേഷൻ തരാൻ. ഇയാളൊക്കെ എന്തോ ചെയ്യാം? കൊടുത്തില്ല, ഈ പെണ്ണും ഇവിടെ തല്ലിക്കൊല്ലും, തല വെട്ടും. കൊടുത്തേക്കാം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പറയാം, a+b the whole square equals a² plus 2ab plus b² means there is God. സമാധാനമായി, രാജ്ഞിക്ക് സമാധാനമായി. അപ്പം സന്തോഷമായല്ലോ. ഒന്ന്, മാത്തമാറ്റിക്സിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്ന് അവർക്ക് അറിയാമോ? മാത്തമാറ്റിക്സിൽ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒരാള് ചോദിക്കുമോ ദൈവം എന്ന ഫിലോസോഫിക്കൽ കൺസെപ്റ്റിനെ മാത്തമാറ്റിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ചോദിക്കത്തില്ലല്ലോ. രണ്ട്, മറുപടി പറഞ്ഞു. എന്താന്ന് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലല്ലോ. മനസ്സിലാകാനുള്ള ബുദ്ധി ഉണ്ടോ? ഈ ചോദ്യം ചോദിക്കുമായിരുന്നു? ചോദിക്കത്തില്ലായിരുന്നല്ലോ. അപ്പം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ പോവാം. I'm going to give the answer with the 100% conviction that the person who asked the question is not going to understand it. എൻ്റെ ആൻസർ ഈ ചോദ്യകർത്താവിന് മനസ്സിലാകാൻ പോകുന്നേയില്ലെന്നുള്ള ഉറപ്പോടുകൂടി പറയാൻ പോവാം. ഇനി നമുക്കൊരു ഉദാഹരണം കൂടെ പറയാം, കേട്ടോണേ. മോമിനൊരു മോളുണ്ടെന്നിരിക്കട്ടെ. മോളെ മോം നേഴ്സറി വിടാൻ പോവാം. നേഴ്സറി വിടാൻ നേരത്ത് ഒരു സോക്സ്, ഒരു ഷൂസ്, പിന്നെ ഒരു കുട്ടി നിക്കറ്, അല്ലെങ്കിൽ ഒരു കുട്ടി പാവാട, പിന്നെ ഒരു ടോപ്പ്, അല്ലേ? ആണല്ലോ. ഒരു സാരി കുടിപ്പിച്ച, ഒരു ബ്ലൗസും ഒക്കെ കുടിപ്പിച്ച ആണാണ് ഇടുന്നത്. ഇതേ മോളെ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോകുന്ന നേരത്ത് ഒരു കൊച്ചു 2 സോക്സും, ഒരു ഷൂസും, ഒരു കുട്ടി നിക്കറും, ഒരു കുഞ്ഞ ടോപ്പും അങ്ങനെയാണ് വിട്ടത്? അല്ലല്ലോ. ഈ കൊച്ചു വന്ന് പറയാ, നമ്മൾ പള്ളിക്കുളത്തിൽ പോകുമ്പോൾ ഇത്രയും മതി എന്നായിരുന്നല്ലോ അന്ന് മമ്മി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിനെ എന്തോനും കൊള്ളാം? കുഞ്ഞെ, അന്ന് നിനക്ക് എത്ര വയസ്സുണ്ട്? നീ എവിടാ പോയത്? നിനക്ക് എത്ര വയസ്സുണ്ട്? നീ എവിടാ പോയത്?
ക്രിസ്ത്യാനിറ്റി ജെൻറ്റൈൽ വേൾഡിലേക്ക് എത്തുക ഫസ്റ്റ്. ഇൻഫന്റ് സ്റ്റേജ് ആണ്. ഇൻഫൻസി സ്റ്റേജാണ്. ആ ഇൻഫൻസി ചെയ്യുമ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഒരാൾ ഫോളോ ചെയ്യേണ്ടതായ മോറൽ സ്പിരിച്വൽ ആസ്പെക്ട്സ് മുഴുവൻ എഴുതി കൊടുത്താണോ തുടങ്ങുന്നത്? അങ്ങനെയാണോ? ക്രിസ്ത്യാനിറ്റിയിൽ ഒരാൾ ഫോളോ ചെയ്യേണ്ട മോറൽ സ്പിരിച്വൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ 613 കൽപ്പനകളെ ഉള്ളൂ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. 613. മോർ ദാൻ 1500 കൽപ്പനകളാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിനുള്ളത്. ഇതിനാണ് ഒറ്റയടിക്ക് പഠിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും ദൈവമക്കളായത്? അല്ലല്ലോ. നമ്മൾ ദൈവമക്കളാൻ എത്രയും മതി ഒരു ചെറിയ സംഗതി, യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവെന്ന് വിശ്വസിച്ചു, അത് ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു. അല്ലേ? അവിടെ കൊണ്ട് തീർന്നോ? ഇനി തുടങ്ങുക, കിടക്കുക 10,500 ഓളം കൽപ്പന അനുസരിക്കാനല്ലേ? അത്രയല്ല പറഞ്ഞല്ലോ. അപ്പോൾ അത് സ്നാനത്തിൻ്റെ കാര്യം ആഭരണത്തിനോട് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ, ബൈബിൾ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. ഡിഡ് ദ ബൈബിൾ എൻഡ് ദെയർ? നോ. അപ്പോസ്തലപ്രവൃത്തി കഴിഞ്ഞൊരു റോമാലേഖനമുണ്ട്. റോമാലേഖനം കഴിഞ്ഞൊരു കൊരിന്ത്യർ ലേഖനമുണ്ട്. അല്ലേ? അങ്ങോട്ടൊന്നും നീ വന്നില്ലല്ലോ, ഒന്നും പഠിച്ചില്ലല്ലോ. ആ പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അവന് ഇടണോ ഊറണോ എന്നുള്ളത്. അവന് ഇടണോ ഊറണോ എന്നുള്ളത് എപ്പോൾ മനസ്സിലാവും? പഠിച്ചു കഴിയുമ്പോൾ. പഠിക്കുന്നതിന് മുമ്പെയോ മനസ്സിലാകത്തില്ല. ആഭരണം എന്നോട് ചോദിക്കുമ്പോൾ ആൾക്കാരെ പറയണമെന്നത് കാര്യമാണ്. മുഴുവൻ വേദപുസ്തകത്തിൻ്റെ കൽപ്പനകളും 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മോറൽ ലോ ഉണ്ട്, എക്ലീസിയാസ്റ്റിക്കൽ ലോ ഉണ്ട്, അതിൻ്റെ സിവിൽ ലോ ഉണ്ട്, അതിൻ്റെ ക്ലെൻലിനെസ് ആൻഡ് ഡയറ്ററി ലോ ഉണ്ട്. ഇതിലേതിലാണ് ആഭരണം പെടുന്നത്? That's the first question. Another question. Define ornament in the New Testament and Old Testament context. ഓർണമെന്റ് എന്ന വേർഡ് കൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് എന്താ ഉദ്ദേശിച്ചത്, ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്താ ഉദ്ദേശിച്ചത്? ഡിഫൈൻ ഇറ്റ്. ഡിഫൈൻ ഇറ്റ്. 2. മൂന്നാമത്തെ കാര്യം, ഓർണമെന്റ് ഏത് ലോയിൽ വരുന്നു? ചേഞ്ചബിൾ ആണോ, അൺചേഞ്ചബിൾ ആണോ? ചേഞ്ചബിൾ അൺചേഞ്ചബിൾ ആയ ലോ ഉണ്ട്. എന്തുകൊണ്ടാണ് ബൈബിളും ക്രിസ്ത്യാനിറ്റി ഇന്നും റിലവൻ്റ് ആയിരിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഖുറാൻ എന്തുകൊണ്ട് ഇറലവൻ്റ് ആയി? ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് പറഞ്ഞ മനുഷ്യത്വം ഇപ്പോഴും അനുസരിച്ചേ പറ്റത്തുള്ളൂ. ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നില്ല, വേറെ നമ്മുടെ കാര്യമല്ലത്. നമ്മുടെ കാര്യം നമ്മൾ ആരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ചേഞ്ച് ചെയ്യാൻ പെർമിഷനില്ല. ചേഞ്ച് ചെയ്യാൻ പെർമിഷനോട് കൂടെ കൊടുത്ത പുസ്തകമാണ് ബൈബിൾ. യെസ്, യു മസ്റ്റ് ചേഞ്ച് എന്ന പെർമിഷനോട് കൊടുത്ത പുസ്തകമാണ് ബൈബിള്. അവിടെ ഏത് ലോ ആണ് ചേഞ്ച് ചെയ്യാവുന്നത്? ആഭരണത്തിൻ്റെ ലോ എവിടെയാണ് കിടക്കുന്നത്? അത് ചേഞ്ച് ചെയ്യാമെങ്കിൽ ആരാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഇത് പഠിക്കണം. 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഇനി ഒരാൾക്ക് പഠിക്കാൻ നിർബന്ധം ഒന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി കയറി പഠിക്കണം, ജോയിൻ ചെയ്യണം. അപ്പം നല്ലപോലെ പഠിക്കാൻ കഴിയും. പഠിച്ചു കഴിയുമ്പോൾ ഈ കാര്യം മനസ്സിലാകും. ഇനിയും നമുക്ക് ഈ അപ്പോസ്തലപ്രവൃത്തി 15 വരാം. അപ്പോസ്തലപ്രവൃത്തി 15 ഒരു വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടാകാൻ പോവാം. ഒന്ന്, ജാതികൾ ദൈവവചനം കേട്ടു, അവർ ക്രിസ്ത്യാനികളാകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തോ ചെയ്യണം? ഒന്ന്, ഓക്കെ ആക്കാം. അവരെന്ത് ചെയ്യണം? അവർ പരിച്ഛേദനയും ബാക്കി യഹൂദ നിയമങ്ങളെല്ലാം അനുസരിച്ച്
ആദ്യം യഹൂദനായിട്ട് പിന്നെ ക്രിസ്ത്യാനിയാകട്ടെ. അപ്പോൾ യഹൂദനായിട്ട് ക്രിസ്ത്യാനിയായാൽ മതി. അതൊരു മെജോറിറ്റിയുടെ പെർസ്പെക്റ്റീവ്, വീക്ഷണം. പൗലോസ് ഉൾപ്പെടുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. ഉം. നമുക്ക് തന്നെ ഇതനുസരിക്കാൻ കഴിയുന്നില്ല. ഏത് ഇനി ആയപ്പോഴല്ല ഉം. നമ്മൾ ആ പാവങ്ങളുടെ ഉണ്ടെങ്കിൽ വെച്ച് കെട്ടുക. ഉം. നോ 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 നോ, അതിൻ്റെ ആവശ്യമില്ല. ഉം. ക്രിസ്തുവിൽ വിശ്വസിച്ചൊരു ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാകാം. ജാതികൾ ക്രിസ്ത്യാനികളും ജെൻറ്റൈൽ ക്രിസ്ത്യൻസും നമ്മൾ ജൂയിഷ് ക്രിസ്ത്യൻസുമായിട്ട് നിലനിൽക്കാം. എന്താ ഒരു പരിഹാരം? ആ ജെറുസലേം കൗൺസിലിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത്, അതാ ഫസ്റ്റ് ചർച്ച് കൗൺസിൽ ഉം. അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാമത്തെ സഹോദരനായ യാക്കോബാണ്. ഓക്കെ. ഉം. യാക്കോബ് ധാരാളം സബ് ടൈറ്റിൽസ് ഉള്ള മനുഷ്യനാണ്. ഉം. അതിൽ ഒരു സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ജെയിംസ് ദ വൈസ് എന്നാണ്. ഓക്കെ. ആ. Because he was supposed to be the wisest man lived in Jerusalem ഓക്കെ. At that time, yeah. at that time. അത് ഗ്രേറ്റ് റാബൈസ് കഴിഞ്ഞാൽ ഓക്കെ. the wisest man at the time in Jerusalem. യാക്കോബിന്റെ ലേഖനം എഴുതിയതും ഇതേ യാക്കോബ് തന്നെ. അതേ യാക്കോബ്. ഓക്കെ. അദ്ദേഹത്തോളം ജ്ഞാനിയായ ഒരു മനുഷ്യനില്ല. ഓക്കെ. ഉം. അപ്പൊ യാക്കോബ് പ്രശ്നം പരിഹരിക്കുന്നത് കേട്ടോണം. യാക്കോബ് പ്രശ്നം പരിഹരിക്കുക. ഓക്കെ. ആദ്യം യാക്കോബ് പത്രോസിനോട് പറഞ്ഞു, ഓക്കെ പീറ്റർ, can you please tell me what happened in your ministry? ഉം. അവൻ പത്രോസ് എന്ത് ചെയ്തു? താൻ കൊർന്നൊല്യോസിന്റെ വീട്ടിൽ പോയി. ഉം. എന്നിട്ട് പറഞ്ഞു, ലിസൺ ടു വാട്ട് ദി വേർഡ് ഓഫ് ഗോഡ് സ്പോക്ക്. ഉം. ലിസൺ ടു വാട്ട് The word of God spoke. spoke. Oh. Listen to what the word of God spoke. ഉം. ദൈവവചനം എന്ത് സംസാരിക്കും. പറയും. സെക്കൻഡ് തിങ്, പൗലോസിനോട്, Paul, what is your experience? He said, now see what the Holy Spirit did. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു എന്ന് നോക്ക്. നമ്മൾ നേരെ ഉൾട്ടാക്കി. പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. വെയിറ്റ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. You see what the Holy Spirit is doing. എന്ത് ചെയ്തു? ഇനി ദൈവവചനം എന്ത് പറയുന്നു. The word speaks to you and the Spirit works in you. ഇതാണ് എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ള മാനദണ്ഡം. ദൈവസഭയുടെ പ്രശ്നം പരിഹരിക്കും. ഒന്ന്, ആദ്യം does the word of God speak to you? വചനം നിന്നോട് സംസാരിക്കണം. രണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ പ്രവാചകന്മാർ ആദ്യം അവിടെ ഇരിക്കാണെന്ന് പറയണം, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയണം. നമുക്ക് ആത്മാവ് പറയുന്നതല്ല കേൾക്കേണ്ടത്, ആത്മാവ് പ്രവർത്തിക്കുന്ന കാണേണ്ടത്. See what the Spirit is doing and listen to what the word of God is telling. ആത്മാവ് നിന്നോട് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാണുക. ഓക്കെ, അപ്പോഴവർക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ മതി. സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇത്രയും കാര്യങ്ങൾ മതി അല്ലേ? ഈസിയസ്റ്റ് ഏത്? വിഗ്രഹാനുപ്രതി ഒഴിവാക്കുക, ശ്വാസം ഒഴിവാക്കുക, പരസംഗം ഒഴിവാക്കുക. ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ഇത് മുഴുവനും ലോ ഓഫ് ക്ലെൻലിനെസ്സിൽ വരുന്നതാ. ലോ ഓഫ് ക്ലെൻലിനെസ്സിൽ വരുന്നതാ. ആഭരണത്തിന്റെ ഉപദേശം ലോ ഓഫ് ക്ലെൻലിനെസ്സിൽ വരുന്നതല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക.
ആവരണത്തിന് ഉപദേശം ഏതിനകത്ത് വരുന്നത്? ആദ്യം പോയി പഠിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നില്ല. പോയി പഠിക്കട്ടെ, പഠിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ. ഇല്ല, നിർബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യണം, പഠിപ്പിച്ചോളാം. അതെ. പിന്നെ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ. അപ്പോൾ ഇതൊന്നും പറയാതെ അവിടെ ആവരണ ഉപദേശം പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ ആവരണ ഉപദേശം പറഞ്ഞിട്ടില്ലല്ലോ. ബേബി ഫുഡ് മേടിക്കാൻ പോകുമ്പോൾ എന്താ മേടിക്കുന്നുള്ളൂ? ഫാരക്സും അമൂലും പിന്നെ പാൽപ്പൊടിയും മേടിക്കുന്നുള്ളൂ, ഇല്ലയോ? ജീവകാലം മുഴുവൻ ഫാരക്സും അമൂലും പാൽപ്പൊടിയും കൊണ്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ആണോ? ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫൻസിൽ സ്റ്റേജിൽ അവർ അനുഷ്ഠിക്കേണ്ട അത് മാത്രമേ ഉള്ളൂ. അതേ ആളുകളെ വീണ്ടും പഠിപ്പിക്കുക, അതേ ആളുകളുടെ അപ്പോസ്തലന്മാർ പോവുക, അപ്പോസ്തലന്മാർ എഴുതി അറിയിക്കുക. അവിടെ ഏത് വരുന്നുണ്ട്? ആഭരണത്തിന് ഉപദേശം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് കൊണ്ട് പുതിയ അവസാനിച്ചെങ്കിൽ ആഭരണം വേണ്ട. അവിടെ വിവാഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കല്യാണം വേണ്ട. അവിടെ തിരുവത്താഴത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് തിരുവത്താഴം വേണ്ട. അവിടെ സ്നാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് സ്നാനവും വേണ്ട. ഇത്ര പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ? അവിടെ ആരാധനയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ആരാധന വേണ്ട. അവിടെ വചന ശുശ്രൂഷയെ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതും വേണ്ട. അവിടെ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടോ? അപ്പം നമുക്ക് കുടുംബജീവിതം വേണ്ട. എത്ര എന്താ പറയുന്നത്, എത്ര നിസ്സാരന്മാരായി പോവുക നമ്മൾ തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്തിരുന്നുണ്ടേ. നിങ്ങൾക്ക് വേദപുസ്തകത്തെ പറ്റി ഒരു വിവരമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല, എവിടുന്ന് പഠിച്ച് കുറച്ച് മൂരാഴ്ചത്തരം അല്ല വേറെ ഒരു കുന്തം അറിയത്തില്ല എന്നുള്ളൊരു തെളിവല്ല ഈ മാതിരി ചോദ്യം ചോദിക്കുന്നത്. മാമനോട് ചോദിക്കും, പിന്നെന്തിനാ സാറിന് മറുപടി വരാൻ പോയെന്ന്. ഇതാണെങ്കിൽ പിന്നെ സാർ എന്തിനാ മറുപടി വരാൻ പോയി മാമൻ ചോദിച്ചേക്കാം. അതുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. മേലാൽ ഇമ്മാതിരി ചോദ്യങ്ങൾ കൊണ്ട് നടക്കരുത്. അപ്പോസ്തലരുടെ 15-ാം അധ്യായത്തിൽ വേദപുസ്തകം പുതിയ നിയമം അവസാനിക്കുന്നില്ല, പുതിയ ഉപദേശം അവസാനിക്കുന്നില്ല, വീണ്ടും മുന്നോട്ട് പോവുക. അപ്പം ആ തിരിച്ചറിവിലേക്ക് ആളുകൾ വന്നേ പറ്റത്തുള്ളൂ. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു വൺസ് അഗെയിൻ.